നിന്ന് നമ്മുടെ സംസ്കൃതി തുടങ്ങുന്നത്. വേദം അറിവിന്റെ കൂടി ശാസ്ത്രമാണ്. ഇന്നിപ്പോ തൃതീയ സ്കന്ധത്തിലെ വിതുര മൈത്രേയ സംവാദം എന്നുള്ളൊരു ഭാഗമാണ് അവിടെ പറയാൻ ഉദ്ദേശിച്ചതാണ് നിർദ്ദേശിച്ചത്. അതിൽ സർഗാദ്യർത്ഥങ്ങൾ തത്വമെന്നതിൽ തൃതീയത്തിൽ സർഗമായതു ജഗൽ കാരണ സംബോധി പോൽ കാരണ സംബോധിയും മഹത്തത്വോൽപത്തിയും സാരസാസന പ്രജാപതികൾ ഉൽപ്പത്തിയും മൂലമായി വിതുരമൈത്രേയ സംവാദം കൊണ്ടങ്ങാരംഭിക്കുന്നു. ഇവിടെ സർഗശ്ച പ്രതിസർഗശ്ച വംശോ മന്വന്തരാണിജ വംശാനുചരിതം ദൈവ പുരാണം 5 ലക്ഷണം എന്ന് പുരാണങ്ങളെ കുറിച്ച് ലക്ഷണം പറഞ്ഞു. ഈ 5 എല്ലാ പുരാണങ്ങളും അഷ്ടാദശ പുരാണം പ്രസിദ്ധമാണ്. മത്സ്യം, മാർക്കണ്ഡേയം, ഭാഗവതം മുതലായിട്ടുള്ള 18 പുരാണങ്ങൾ എവിടെ നോക്കിയാൽ ഈ ക്രമം കാണാൻ കഴിയും. ഒരു രീതിശാസ്ത്രമുണ്ട്. സർഗ പ്രതിസർഗ വംശ മന്വന്തരാണി വംശാനുചരിതം ഇങ്ങനെ ചേർന്ന സർഗം സൃഷ്ടിയാണ്. അപ്പൊ നമ്മള് നോക്കൂ, അവിടെ തന്നെ ഈ ലോകത്തിന്റെ സൃഷ്ടി എന്താണ്? അറിവിന്റെ ഒരു പ്രധാന കാര്യം. ഞാൻ ആരാണ് ചിന്തിക്കുന്ന പോലെ തന്നെ ഞാൻ അധിവസിക്കുന്ന ഈ ലോകം എങ്ങനെ ആദ്യം ഉണ്ടായി, ആ സൃഷ്ടിയെക്കുറിച്ചാണ് അതിനെ പ്രതിപാദിക്കുന്നത്. എല്ലാ പുരാണങ്ങളിലും ഉണ്ട് എങ്ങനെയാണ് ഒരു കാരണങ്ങൾ. അപ്പൊ ചിന്തയുടെയും